ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മലയാളികൾ കുറച്ചായി ഇദ്ദേഹത്തിന്റെ പിന്നാലെയാണ്. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലേ, നമുക്ക് ഇൻസ്പയർഡ് ആയിട്ട് ഒരു മനുഷ്യനെ കണ്ടാൽ നമ്മൾ അങ്ങനെ വെറുതെ വിടത്തില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് അലൻ മാത്യൂസ് എന്നാണ്. അദ്ദേഹം ഒരു ഹോളിവുഡ് നടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, അതിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ ആ ഒരു സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ അധികം വിജയമായില്ലേലും മറ്റ് വിദേശ ഫെസ്റ്റിവൽസിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ അംഗീകാരങ്ങൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ നമ്മളൊക്കെ അറിയുന്ന പേര് സിറിയക് ആലഞ്ചേരി എന്നാണ്. ആ പേര് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ശബ്ദത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഈ സിറിയക് ആലഞ്ചേരിയെ കുറിച്ചുള്ള പരാമർശത്തിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ. നമ്മുടെ കോട്ടയത്തെ ആലഞ്ചേരി തറവാട്ടിൽ നിന്ന് പള്ളിയിലച്ഛനാവാൻ വേണ്ടി പോയി. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പള്ളിയിലച്ഛനാവാൻ പോയി. അവിടെ വെച്ച് ശിവസേനയ്ക്കെതിരെ അദ്ദേഹം ഒരു ചെറിയ പരാമർശം നടത്തി. അന്ന് അദ്ദേഹത്തിന് രാത്രി അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിൽ സാധാരണ എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാകുമ്പോൾ തല്ലാനാണ് ആളുകൾ പോകുന്നത്. പക്ഷെ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ രാത്രി എത്തി. അദ്ദേഹം അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഗൾഫിൽ ചെന്ന ശേഷം അദ്ദേഹം ഓരോ ഹോട്ടലിൽ, നമുക്കറിയാം അവിടെ ഒരു ഹോട്ടലിൽ പോകുന്നു, അവിടെ വിസ അടിക്കുന്നത്. അതിനുശേഷം ആ വിസ ചേഞ്ച് ആക്കാനൊക്കെ വലിയ പാടാണ്. അദ്ദേഹം ഒരു വർഷം 3 വിസ ഒക്കെ ചേഞ്ച് ആക്കി അവിടെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. അതിനുശേഷം ഒരു കുവൈറ്റിയെ പരിചയപ്പെടുന്നു. കുവൈറ്റിയുടെ സഹായത്തോടു കൂടി അദ്ദേഹം കുവൈറ്റിൽ പോവുകയും കുവൈറ്റിയെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു ഹോട്ടൽ സമുച്ചയം തന്നെ അദ്ദേഹം നിർമ്മിക്കുന്നു. ആ ഹോട്ടലിന് വലിയ മാർക്കറ്റിംഗ് ആവുന്നു, വലിയ ബിസിനസ് ആവുന്നു. പിന്നെ അദ്ദേഹം സ്വന്തം കുടുംബക്കാരെയൊക്കെ അവിടെ കൊണ്ടുവരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മോഹം, പള്ളിയിലച്ഛനാവാൻ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ മോഹം വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന്, അമേരിക്ക, ഇറ്റലി, യൂറോപ്പിലൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം. അന്ന് ഇന്റർനെറ്റ് വരുന്നതേ ഉള്ളൂ. ആ ഇന്റർനെറ്റ് വരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ചാറ്റ് ചെയ്ത ഒരു അമേരിക്കക്കാരിയെ അവിടെ കൊണ്ടുവരുന്നു. അമേരിക്കക്കാരിയുമായി പ്രണയത്തിലാവുന്നു. അമേരിക്കക്കാരി വിവാഹം കഴിക്കുന്നു. നാട്ടിലാണ് വിവാഹം നടക്കുന്നത്. നാട്ടിൽ ഇംഗ്ലീഷ് കുർബാന, എനിക്ക് തോന്നുന്നു അങ്ങനെ അന്നൊന്നും അപ്രസ്തുത പരിചിതമല്ല ഇംഗ്ലീഷ് കുർബാനയിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹം ബിഗ് ബോസിലേക്ക് സെലക്ട് ആവുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കാരണം ബിഗ് ബോസിന്റെ ആദ്യത്തെ പ്രൊമോ വന്നതിന്റെ താഴത്തെ കമന്റുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇദ്ദേഹത്തിന്റെ സിറിയക് ആലഞ്ചേരിയെ കൊണ്ടുവരണം, അദ്ദേഹം ബിഗ് ബോസിൽ വേണം, ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കളി കാണണം, അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ. മലയാളി പ്രേക്ഷകർ അദ്ദേഹത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അത്രത്തോളം അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കണം എന്നാണ്. അദ്ദേഹം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിൽ പോയ ദിവസം നമ്മൾ മനസ്സിലാക്കുക, അമേരിക്കക്കാരിങ്ങനെ വീട് ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. ഈ വീട് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവര് ഈ വിവാഹത്തിന് വരുന്നത്. തിരിച്ചു പോകുമ്പോൾ അവിടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു മുനിസിപ്പാലിറ്റി തൽക്കാലത്തേക്ക് വെള്ളവും താൽക്കാലികമായിട്ട് KCB ഒക്കെ അവർ ഓഫ് ആക്കിയിരുന്നു, അത് കട്ടാക്കി വെക്കും. പിന്നെ നമ്മൾ ഒന്നുകൂടെ പോയി അപേക്ഷിച്ചാലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇദ്ദേഹം പോകുമ്പോൾ വെള്ളമില്ല, കേരളത്തിൽ മോട്ടർ അടിച്ചാലേ വെള്ളം വരത്തുള്ളൂ, അദ്ദേഹം അങ്ങനെ വിചാരിച്ചു. പക്ഷെ അവിടെ അങ്ങനെയല്ലല്ലോ, പൈപ്പ് ലൈൻ ആണല്ലോ. അദ്ദേഹം അയൽ വീട്ടിലെ ഒരു സ്ത്രീയുമായിട്ട് പോകുന്നു, അവരുമായി സംസാരിക്കുന്നു, അവിടെ പോയി കുളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അത്ഭുതമാണ്. കാരണം അങ്ങനെയാണ്, ഈ നെയ്ബേഴ്സുമായിട്ട് ഒരുപാട് വ്യക്തിബന്ധങ്ങളോ ഒന്നും കാണത്തില്ല പലർക്കും. പക്ഷെ ഇദ്ദേഹം അവിടെ സാഹചര്യം അവിടെ ഇതാകുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം പല ജോലികൾക്കിലേക്ക് പോകുന്നു. അദ്ദേഹം അവിടെ തന്നെ ഹോട്ടലിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ സംഗീതം പഠിപ്പിക്കുന്നു, മൃദംഗം പഠിപ്പിക്കുന്നു, തബല പഠിപ്പിക്കുന്നു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് തന്നെ ജീവിതത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്, തബല. ഏതാണ്ട് 5.5 മിനിറ്റോളം അങ്ങാണ്ട് ആ തബല പെർഫോം ചെയ്യണം. അദ്ദേഹത്തിന്റെ കയ്യിൽ 4.5 മിനിറ്റോളം മാത്രമേ ഉള്ളൂ തബല പെർഫോം ചെയ്യാൻ. അദ്ദേഹം ആദ്യം ഒരു ഗാനം ആലപിക്കുന്നു, അതിനുശേഷം തന്റെ പെർഫോമൻസ് തബലയിൽ കാഴ്ചവെക്കുന്നു. അവസാനം കാണികളെ കൂടെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം കൈയടിയോടുകൂടി തന്റെ പെർഫോമൻസ് അവസാനിപ്പിച്ചു. അതിനുശേഷം ലാൽ ജോസും സന്തോഷ് ജോർജും അങ്ങനെയുള്ള ട്രിപ്പിൽ അദ്ദേഹം കൂടെ ജോയിൻ ചെയ്യുന്നു, അവരുടെ ഒപ്പം നിൽക്കുന്നു. അന്ന് അവര് ഹോട്ടലിൽ വെച്ച്, സന്തോഷ് ജോർജുകളുടെ വാക്കിൽ പറഞ്ഞാൽ ആ ഹോട്ടലിൽ വെച്ചൊരു അവിടുത്തെ ഒരു പട്ടാളക്കാരനെ, അദ്ദേഹം മേയറോ നമ്മുടെ ഇവിടുത്തെ മേജർ, ആ ഒരു അതിനെക്കാട്ടിലും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു പട്ടാളക്കാരനെ കാണുന്നു. അദ്ദേഹത്തെ ഇയാൾ സഹായിക്കുന്നു. അന്ന് ഇറാഖ് യുദ്ധം നടക്കുന്ന സമയമാണ്, അമേരിക്ക ഇറാഖ് യുദ്ധം നടക്കുന്ന സമയമാണ്. ഇദ്ദേഹം അതിന് മുമ്പ്, അവിടുത്തെ സെപ്റ്റംബർ 11 സംഭവത്തിന് മുമ്പ് തന്നെ ഇദ്ദേഹം അമേരിക്കയിൽ എത്തിയിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നത്. അദ്ദേഹം എത്തി, അതിനുശേഷം ഇവിടെ
ഒരുപാട് പട്ടാളക്കാരുണ്ടെങ്കിൽ ആ പട്ടാളക്കാരെ പല രീതിയിൽ സഹായിക്കാൻ സാധാ ജനങ്ങളെ അവിടത്തേക്ക് കൊണ്ട് അങ്ങനെ എടുക്കണമെങ്കിൽ അമേരിക്കൻ സിറ്റിസൺസ് ആവണം എന്നുള്ളത്. പക്ഷെ ആ കടമ ഇദ്ദേഹത്തിന് മറികടക്കാൻ പറ്റുന്നു. ഇദ്ദേഹത്തെ അയാൾ പട്ടാളത്തിലേക്ക് ക്ഷണിക്കുന്നു, സഹായമായിട്ട് ക്ഷണിക്കുന്നു, ഇദ്ദേഹം അവിടെ പോകുന്നു, പല ജോലികളും പറയുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് സാധനങ്ങളുമായിട്ട് ആളുകളുമായിട്ട് ഇവരെ സഹായിക്കാൻ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്യുന്ന ജോലിയാണ് കിട്ടുന്നത്. അതിന്റെ പ്രാക്ടീസ് സെഷൻ പോകുന്നു, ഇദ്ദേഹത്തിന് പല രീതിയിലുള്ള പ്രാക്ടീസുകൾ ചെയ്യേണ്ടി വരുന്നു. അദ്ദേഹം ഒരു പാരച്യൂട്ട് ചെയ്ത് ചാടുന്നു, കുറെ സമയം എടുത്ത് അദ്ദേഹം താഴെ എത്തുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ഭാരം വളരെ കുറവായിരുന്നു. അത് കണ്ടിട്ട് അവിടുത്തെ ട്രെയിനർ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കല്ലുകൾ കൂടി വെക്കുന്നു. കല്ലുകൾ കൊണ്ട് ഇദ്ദേഹം പാരച്യൂട്ട് പോയി ചാടി താഴെ എത്തുന്നു, വേലികൾക്കിടയിലൂടെ തുഴഞ്ഞു കയറുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല ഭാഷകളും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഇറാഖ് യുദ്ധ സമയത്തൊക്കെ അദ്ദേഹത്തെ അവർ ഉപയോഗിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഹോളിവുഡിലേക്ക് പോകുന്നു. ഹോളിവുഡിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നു. അപ്പൊ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സക്സസ്ഫുള്ളി ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് ഇൻസ്പയർഡ് ആയ സ്റ്റോറി പല രീതിയിൽ നമ്മൾ സന്തോഷ് ജോർജിലൂടെ കേട്ടു, മറ്റ് ഇന്റർവ്യൂയിലൂടെ കേട്ടു. അദ്ദേഹത്തെ ബിഗ് ബോസിൽ വന്ന അദ്ദേഹം നല്ലൊരു മൈൻഡ് ഗെയിമറാണ്, അദ്ദേഹം നല്ലൊരു പെർഫോമറാണ്, അദ്ദേഹം നന്നായിട്ട് ഗെയിം കളിക്കുന്ന മനുഷ്യനാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, എൻഗേജ്ഡ് ആയ, നമുക്ക് ഇൻസ്പയർഡ് ആവുന്ന സ്റ്റോറികൾ പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിറേഖ് ആലഞ്ചേരി അതൊരു വല്ലാത്ത മനുഷ്യനാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ കോട്ടയം അതിരമ്പള്ളിയിൽ നിന്ന് അങ്ങ് അമേരിക്ക വരെ എത്തിയ ഒരു യാത്രയുണ്ടല്ലോ. അതിരമ്പള്ളിയിൽ നിന്ന് ഷമ്മാശനാവാൻ അല്ലെങ്കിൽ പള്ളിയിലച്ചനാവാൻ വേണ്ടി അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പോകുന്നു. അവിടുന്ന് കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഗൾഫിൽ പോകുന്നു, കുവൈറ്റിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു. ഇപ്പൊ അദ്ദേഹം അമേരിക്കയിലെ അതൊരു അവിടുത്തെ പ്രമുഖ പാർട്ടിയാണ്, റിപ്പബ്ലിക് പാർട്ടിയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ആകെ 2 പാർട്ടികളേ ഉള്ളൂ. ഈ റിപ്പബ്ലിക്കുമായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബന്ധം. അവിടുത്തെ അദ്ദേഹം അതിന്റെ കുറെ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റായി വരുന്നു. അദ്ദേഹം അവിടെ 2-3 വട്ടം തോറ്റതിന് ശേഷമാണ് ആ ഒരു കമ്മിറ്റി പ്രസിഡന്റ് ആവുന്നത്. ഇദ്ദേഹം അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഇലക്ഷന് തയ്യാറാവുന്നു. 2 മാസം ശേഷം ഇലക്ഷനാന്ന് പറയുന്നു. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ തിരക്കുകളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ മലയാളികൾ ബിഗ് ബോസിൽ കാണാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ബിഗ് ബോസിലേക്ക് വരട്ടെ, അദ്ദേഹത്തിന്റെ കളികൾ നമുക്ക് കാണാം. അദ്ദേഹം ഒരു മൈൻഡ് ഗെയിമർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ബുദ്ധിപരമായി കളിച്ച് ജയിക്കും. കാരണം അദ്ദേഹം പോയ വഴികൾ അങ്ങനെയായിരുന്നു, കഷ്ടപ്പാടുകൾ അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം മുന്നേറി വരും. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയാൽ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുന്നത്. എന്തായാലും സിറിയക് ആലഞ്ചേരി എന്ന് പറയുന്ന അലൻ മാസ്റ്റേഴ്സിനെ എല്ലാവിധ ആശംസകളും. നിങ്ങളെ ബിഗ് ബോസിൽ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു.